കഴിഞ്ഞ ഞായറാഴ്ച വളരെ വിശദമായി ആലോചന കേൾക്കുവാൻ, കർത്താവിദാസിൽ കൂടെ കേൾക്കുവാൻ നമുക്ക് കഴിഞ്ഞു. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവത്തെക്കുറിച്ചും, അബ്രഹാമിനെ കുറിച്ചും, സാറയെ കുറിച്ചും, സാറയുടെ ഗർഭപാത്രം നിർജ്ജീവമായിരുന്നതിനെ കുറിച്ചും, അവർ വിശ്വാസത്താൽ ക്ഷീണിക്കാതിരുന്നതിനെ കുറിച്ചും, അവർ സംശയിക്കാതെ ശക്തിപ്പെട്ട ദൈവത്തെ മാത്രപ്പെടുത്തിയതിനെ കുറിച്ചും ഒക്കെ വിശദമായി ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് ആ ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ വീണ്ടും ചിന്തിക്കുവാനായി താല്പര്യപ്പെടുന്നില്ല. 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 5-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം വായിക്കാമല്ലോ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം മുഴുവനും വിശ്വാസത്താലുള്ള നീതീകരണം തന്നെയാണ്. നമുക്ക് കഴിഞ്ഞ ആഴ്ച കേൾക്കുവാനിടയായി തീർന്നല്ലോ. ശുദ്ധീകരണം, നീതീകരണം, തേജസ്കരണം എന്നീ സംബന്ധിച്ച വിഷയങ്ങളാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ നമ്മെ പഠിപ്പിക്കുന്നത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. 5-ാം അധ്യായം ഒരു ട്രാൻസിഷണൽ പോയിന്റ് അധ്യായമായിട്ടാണ് റോമർക്ക് എഴുതിയ ലേഖനം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. 3-4 അധ്യായങ്ങളിൽ നീതീകരണത്തെക്കുറിച്ച് സംസാരിക്കുകയും 6-8 അധ്യായങ്ങളിൽ ശുദ്ധീകരണം തുടങ്ങിയ കാര്യങ്ങൾ സംസാരിക്കുകയും, അതായത് 3-4 അധ്യായങ്ങളിൽ നീതീകരണത്തെക്കുറിച്ച് സംസാരിച്ച് ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും 6-8 അധ്യായങ്ങൾ ശുദ്ധീകരണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. 5-ാം അധ്യായത്തിൽ എന്നാൽ നീതീകരണവും ശുദ്ധീകരണവും ഒരുപോലെ അപ്പോസ്തലനായ പൗലോസ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 5-ാം അധ്യായം ഒരു ട്രാൻസിഷണൽ പോയിന്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 5-1 വിശ്വാസത്താലുള്ള നീതീകരണമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ അല്ലേ. പ്രവൃത്തി കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിച്ച് ഓർമ്മയുണ്ടോ? പ്രവൃത്തി കൊണ്ട് ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. നമ്മുടെ പ്രവൃത്തികളെല്ലാം കറ ഉരണ്ട തുണികൾ പോലെയാണെന്നും, ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലെന്നും, ന്യായപ്രമാണത്തിന്റെ കൽപ്പനകളെല്ലാം പ്രമാണിച്ചാലും അവന് യേശുക്രിസ്തുവിൽ കൂടി അല്ലാതെ വിശ്വാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയത്തില്ലെന്നും നാം പഠിച്ചു. പരിച്ഛേദനയെ കുറിച്ച് നാം ചിന്തിച്ചു. ന്യായപ്രമാണത്തിനോ പുറമേയുള്ള പരിച്ഛേദനയ്ക്ക് ഒന്നും കർത്താവിലേക്കുള്ള വിശ്വാസത്തിലേക്ക് നടത്താനോ നീതിയിലേക്ക് നടത്താനോ കഴിയുകയില്ല എന്നും കഴിഞ്ഞ അധ്യായങ്ങൾ നാം പഠിച്ചു. യേശു കർത്താവിൽ തന്നെ വിശ്വസിച്ച് കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് എന്നുള്ള ചിന്തകൾ നാം ചിന്തിക്കുവാനായിട്ടിടയായിട്ടുണ്ടല്ലോ. ഇവിടെ അത് തന്നെയാണ് കാണുന്നത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് എന്തുണ്ട്? സമാധാനമുണ്ട് എന്ന് അവിടെ കാണുന്നു. സമാധാനം എന്നൊരു വാക്ക് അവിടെ നമുക്ക് കാണുന്നുണ്ട്. സമാധാനം എന്ന വാക്ക് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അല്ലേ. യുദ്ധം അവസാനിക്കുന്നതിനെയാണ് സമാധാനം എന്ന് പറയുന്നത്. ഇവിടെ ഒരു യുദ്ധം നടന്നു, അത് അവസാനിച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും അല്ലേ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ യുദ്ധം ഉണ്ടായിരുന്നത് അല്ലേ, ഇസ്രയേലും ഇറാനും ഒക്കെ സമയം യുദ്ധം ഉണ്ടായിരുന്നു. നമ്മളിപ്പോഴെന്താ പറയുന്നത്? വലിയ സമാധാനം ഇപ്പം ഉണ്ടെന്ന് പറയും. കാരണം യുദ്ധം അവസാനിക്കുമ്പോൾ നാം ഉപയോഗിക്കുന്ന പദമാണ് സമാധാനമായിരിക്കുന്നു എന്നുള്ള പദം, സമാധാനം എന്നുള്ള പദം. ഇവിടെ പാപത്തിൽ ജീവിച്ച മനുഷ്യൻ, ശാപത്തിന്റെ കീഴിലിരുന്ന മനുഷ്യൻ, രോഗത്തിന്റെ ശക്തിയിൽ കിടന്ന മനുഷ്യൻ, അത് ഈ പാപ രോഗ ശാപങ്ങളൊക്കെ ഞെരുക്കിയിരുന്ന മനുഷ്യൻ യേശു കർത്താവിന്റെ രക്തം മുഖാന്തരം അവൻ നീതീകരിക്കപ്പെടുവാനും ആ രക്തത്തിൽ വിശ്വസിക്കുന്നവന് യേശു കർത്താവിന്റെ പ്രായശ്ചിത്ത യാഗത്തെ കുറിച്ച് നാം കേട്ടായിരുന്നു. പ്രായശ്ചിത്ത യാഗം വിശ്വസിക്കുന്ന ഒരുവന് നീതീകരിക്കപ്പെടുവാൻ കഴിയും എന്നുള്ളതാണ് ദൈവത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അങ്ങനെയുള്ളവർക്ക് ദൈവത്തോട് ഒരു പ്രാഗൽഭ്യം ഉണ്ടാകുന്നു, ദൈവത്തോട് ഒരു സമാധാനം ഉണ്ടാകുന്നു. പാപം ചെയ്യുന്നവൻ എങ്ങനെയായാലും ശിക്ഷ അനുഭവിക്കണം അല്ലേ. പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു അല്ലെ. പാപം ചെയ്യുന്നവൻ എങ്ങനെയായാലും ശിക്ഷ അനുഭവിക്കണം. എന്നാൽ ആ പാപം ചെയ്യുന്ന ദേഹി മരിക്കുവാനിടയായിത്തീരും. ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധം അവന് നഷ്ടപ്പെടും. ഈ കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെടുന്നത് കൊണ്ട് ദൈവത്തോടുള്ള സമാധാനം പോകുന്നു. എന്നാൽ യേശു ക്രിസ്തുവിൽ കൂടെ നീതീകരിക്കപ്പെടുന്നതിൽ കൂടെ, വിശ്വസിച്ച് നീതീകരിക്കപ്പെടുന്നതിൽ കൂടെ ദൈവത്തോട് നമുക്ക് സമാധാനം ഉളവായിത്തീർന്നു. ഈ നീതീകരണവും വിശുദ്ധീകരണവും ഒക്കെ തേജസ്കരണം നമുക്ക് ഒരിക്കലായി സംഭവിക്കുന്നതാണ്. യേശു കർത്താവ് മടങ്ങി വരുമ്പോൾ നമ്മുടെ ശരീരം കർത്താവിന്റെ ശരീരത്തോട് രൂപാന്തരപ്പെടും. തേജസ്സിലേക്ക് നാം രൂപാന്തരപ്പെടുവാനിടയായിട്ടും നമ്മുടെ മരിച്ചു മൺമറഞ്ഞ ശരീരങ്ങൾ കർത്താവിന്റെ വരവിൽ ഉയർത്തുവാനിടയായിട്ടും പിന്നെ ജീവനോട് ശേഷിക്കും നാം അവരോട് കൂടെ രൂപാന്തരപ്പെടും. ഒരു തേജസ്കരണം നമുക്ക്
കൊണ്ട് അത് ഒരിക്കലായി സംഭവിക്കുന്നതാണ്. എന്നാൽ വിശുദ്ധീകരണം, നീതീകരണം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. ഹല്ലേലൂയ. ഓരോ ദിവസവും കർത്താവിനോടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നമ്മൾ നീതീകരിക്കപ്പെട്ടും വിശുദ്ധീകരിക്കപ്പെട്ടും കൊണ്ടേയിരിക്കണം. ഓരോ സെക്കൻഡുകളും അത് തുടർമാനമായി സംഭവിക്കേണ്ട കാര്യമാകുന്നു എന്ന് ദൈവത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നു. 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം നിൽക്കുന്ന കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നിൽക്കുന്ന കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നമ്മുടെ ആദിമ പിതാക്കളായ അബ്രഹാം മുതൽ ഇങ്ങോട്ട് അബ്രഹാമിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച കേട്ടു. അബ്രഹാം, ഏലിയാവ്, അഭിഷിക്തന്മാരെ, പ്രവാചകന്മാരെ ഒക്കെ ദൈവം ഉപയോഗിച്ചെങ്കിലും അതാത് കാലഘട്ടങ്ങളിൽ പ്രയോജനപ്പെടുത്തിയെങ്കിലും അവരൊന്നും നമ്മുടെ രക്ഷയ്ക്കായി ഒന്നും ചെയ്തിട്ടില്ല, അല്ലേ? അവരൊന്നും നമുക്കായി മരിച്ചില്ല, നമുക്കായി പ്രായശ്ചിത്തമായില്ല. നമുക്ക് അവരുടെ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് വേണ്ടി അവർ ഉപയോഗിക്കപ്പെട്ടു, പ്രയോജനപ്പെട്ടെങ്കിലും അവർ നമുക്കായി യാഗമായി തീർന്നത് കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ ഒരേ ഒരുവനാണ് നമുക്കായി യാഗമായി തീർന്നത്. അതുകൊണ്ട് അവൻ മൂലമാണ് നമുക്ക് വിശ്വാസത്തിലേക്ക് പ്രവേശനം ഉണ്ടാകുന്നത്. യേശു ക്രിസ്തു മുഖാന്തരമാണ് വിശ്വാസത്തിലേക്ക് പ്രവേശനം ഉണ്ടാകുന്നത്. നാം നിൽക്കുന്നത് ഒരു കൃപയിലാണ്. നമ്മുടെ എന്തെങ്കിലും നന്മ പ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ടോ വിശ്വാസ ജീവിതത്തിലേക്ക് നാം പ്രവേശിച്ചതല്ല, അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ തുടരുന്നതല്ല. പിന്നെ ഇതൊരു കൃപയാണ്. ഈ കൃപയിലേക്ക് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചതാകുന്നു. ഹല്ലേലൂയ. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനമുണ്ട്. ഉലയുന്ന ഒരു കപ്പൽ, സമുദ്രത്തിൽ തിരമാലകളുടെ നടുവിൽ ശക്തമായി ഉലയുന്ന ഒരു കപ്പൽ, ആ ഉലച്ചിലുകൾക്ക് ശേഷം അതിൽ നിന്ന് രക്ഷപ്പെട്ട് വിശാലമായ ഒരു തുറമുഖത്തേക്ക് അടുത്ത് രക്ഷ പ്രാപിക്കുന്നത് പോലെയാണ് ആ പദത്തിന്റെ അതേ അർത്ഥത്തിലാണ് നാം നിൽക്കുന്ന കൃപയിലേക്ക് നാം വിശ്വാസം മൂലം കടന്നു വന്നെന്നുള്ള പദം എഴുതപ്പെട്ടിരിക്കുന്നത്. അതായത് നാം പ്രതിസന്ധികളിൽ കൂടെ, അല്ലെങ്കിൽ പാപത്തിൽ കൂടെ, രോഗത്തിൽ കൂടെ നാം കടന്നുപോയൊരു ജനമാണ്. ആ ജനം ഉലഞ്ഞ ഒരു കപ്പൽ ഉലയുന്നത് പോലെ ഉലഞ്ഞ ഒരു ജീവിതത്തിൽ നിന്ന് ഒരു ശാന്ത തുറമുഖത്തേക്ക്, തിരമാലകളില്ലാത്ത, കാറ്റില്ലാത്ത ഒരു ശാന്ത തുറമുഖത്തേക്ക് നാം എത്തപ്പെട്ടതുപോലെയാണ്. അതേ പദമാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ കൃപയിലേക്ക് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്, വിശ്വാസ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യങ്ങൾ പഠിക്കുമ്പോഴും നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ലേഖനങ്ങളിൽ ചില ഉദാഹരണ സഹിതങ്ങൾ കർത്താവ് തന്റെ ശുശ്രൂഷയിൽ ഉപമകൾ യൂസ് ചെയ്തിട്ട് നമുക്കറിയാം, അല്ലേ? മുടിയനായ പുത്രൻ എന്ന് നമ്മൾ പറയുന്ന, അല്ലെ, നഷ്ടപ്പെട്ടു പോയ മകന്റെ ഉപമ, അതുപോലെ 100 ആടുകളുടെ ഉപമ, അല്ലേ, നഷ്ടപ്പെട്ടു പോയ ആടിന്റെ ഉപമ, ദ്രഹ്മയുടെ ഉപമ ഒക്കെ കർത്താവ് ഉപയോഗിച്ചാണ് ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നത്. അതുപോലെ അപ്പോസ്തലനായ പൗലോസ് ചില ഭാഗങ്ങളിൽ, ചില ലേഖനങ്ങളിൽ ചില ഉപമകളെ യൂസ് ചെയ്ത് ചില കാര്യങ്ങളെ താരതമ്യപ്പെടുത്തി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനം, ദൈവസഭയെക്കുറിച്ചുള്ള പഠനമൊക്കെ നടത്താറുണ്ട്. അതിൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് യേശു കർത്താവിനെയും ദൈവസഭയും താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ഒരു കെട്ടിടത്തോടുള്ള ബന്ധത്തിലാണ്. 2:18 വായിക്കാമല്ലോ. നിങ്ങൾ അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാർ. നമ്മൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല. അത് നമ്മുടെ പൊസിഷൻ നമ്മൾ മനസ്സിലാക്കണം. നാം വീണ്ടെടുക്കപ്പെട്ടവരാണ്. നമ്മൾ അന്യന്മാരല്ല, പരദേശികളല്ല. പിന്നെയോ വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമാണ്. നാം നമ്മുടെ കുടുംബത്തിൽ താമസിക്കുന്ന, നമ്മുടെ കുഞ്ഞുങ്ങളുമായി താമസിക്കുന്നത് പോലെ നാം ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയിലേക്ക് വന്ന് ദൈവത്തിന്റെ ഭവനത്തിൽ, ദൈവത്തിന്റെ കൂട്ടായ്മയിലായിരിക്കുന്നവരാണ് ദൈവത്തിന്റെ ഭവനക്കാരത്രേ. വായിച്ചതായ ക്രിസ്തുയേശു തന്നെ മൂലക്കല്ല് ആയിരിക്കെ. നമുക്കറിയാം, വീട് പണിയുന്നവർ, അല്ലെങ്കിൽ സഭാഗോള് പണിയുന്ന, അല്ലെങ്കിൽ അത് കണ്ടിട്ടുള്ളവരുണ്ടോ? സഭാഗോള് പണിയുന്നതിന് മുമ്പും വീട് പണിയുന്നതിന് മുമ്പൊക്കെ പാസ്റ്റർ വന്ന് ആദ്യം ഒരു കല്ല് ഇട്ടിട്ടൊന്ന് പ്രാർത്ഥിക്കും, അല്ലേ? അതിന്റെ പേരാണ് മൂലക്കല്ല്. ആദ്യം ഇടുന്ന കല്ലാണ്, അല്ലേ? മൂലക്കല്ലിട്ടതിന് ശേഷം ബാക്കിയുള്ള കല്ലുകൾ വെച്ചാണ് പണിത് ആദ്യം ഇടുന്ന കല്ലിനാണ് മൂലക്കല്ലെന്ന് പറയുന്നത്.
അത് വെച്ചാണ് ആ കെട്ടിടം മുഴുവൻ പണിഞ്ഞ് തീരുന്നത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയെയും യേശു കർത്താവിനെയും ഒരു കെട്ടിടത്തോട് ഉപമിച്ചിട്ട് പറയുകയാണ്, അതിന്റെ മൂലക്കല്ല്, അതിന്റെ അടിസ്ഥാനം, അതിന്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുന്നത് ഹല്ലേലൂയ, അതിന്റെ മൂലക്കല്ല് യേശു കർത്താവാകുന്നു. പിന്നെ വായിച്ചോട്ടെ. ഇനി ഇതിന് അടിസ്ഥാനമുണ്ട്. യേശുവാണ് മൂലക്കല്ല്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് കർത്താവാണ്. ദൈവസഭയുടെ സ്റ്റാർട്ടിംഗ് കർത്താവാണ്. അല്ലേ? ഞാൻ എന്റെ സഭയെ പണിയും, ധാരാള ഗോപുരങ്ങൾ, അതിനെ ജയിക്കുകയില്ല. ഏതെങ്കിലും സംഘടനകളുടെയോ ഏതെങ്കിലും മതവിഭാഗങ്ങളുടെയോ ഒന്നും കുത്തകയല്ല ദൈവസഭ. പിന്നെയോ ഏതെങ്കിലും IPCയോ അല്ലെങ്കിൽ ഷാരോനോ അല്ലെങ്കിൽ ചർച്ചോടോ ഇവരുടെ ഒന്നും കുത്തകയായി വെച്ചിരിക്കുന്ന സംഘടനകളുടെ കുത്തകയൊന്നുമല്ല ദൈവസഭ. ദൈവസഭയുടെ നാഥൻ മൂലക്കൽ എന്ന് പറയുന്നത് യേശു കർത്താവാണ്. അതുകൊണ്ടാണ് കർത്താവ് ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സഭ പണിയുവാൻ മേലധ്യക്ഷന്മാരെ ആവശ്യമില്ല. സഭ പണിയുവാൻ ഇവരൊക്കെ ദൈവം ഉപയോഗിക്കുമായിരിക്കാം. പക്ഷെ അതിന്റെ മൂലക്കല്ല്, അതിന്റെ ഏറ്റവും വലിയ മൂലക്കല്ല്, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ശക്തനായ ദൈവമാണ്, അല്ലെങ്കിൽ യേശു കർത്താവാണ്. ദൈവസഭ പണിയപ്പെടുന്നത് സഭ വർത്തനവിലേക്കും വിശാലതയിലേക്കും അനുഗ്രഹത്തിലേക്കും വരുവാൻ കാരണമായി തീരുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഞാൻ എന്റെ സഭയെ പണിയും എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവാണ്. അവനാണ് മൂലക്കല്ല്. പിന്നെ പ്രവാചകന്മാരുടെ പ്രത്യേകത എന്താണ്? ദൈവസഭയിൽ പ്രവാചകന്മാരെ ആക്കിയിരിക്കുന്നു, ഉപദേഷ്ടാക്കന്മാരെ ആക്കിയിരിക്കുന്നു, ഇടയന്മാരെ ആക്കിയിരിക്കുന്നു. 5 ഓഫീസുകളെ കുറിച്ച് ദൈവം പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഉപദേഷ്ടാക്കന്മാർ, ഇടയന്മാർ, പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ എന്നിവരെ ദൈവസഭയ്ക്ക് ദൈവം നിയമിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ശരണം പ്രസ്ഥാനത്തിൽ അല്ലെ സീനിയർ ആയിട്ടുള്ള ദൈവദാസനുണ്ട്, അദ്ദേഹത്തിന് കീഴിൽ മറ്റു ദൈവദാസന്മാരുണ്ട്. നിയമനം നടത്തുന്നത് ശരണന്റെ കൗൺസിലാണ് അല്ലെ. എന്നാൽ ദൈവസഭയിൽ ശുശ്രൂഷകൾക്കായി ദൈവം നിയമിക്കുന്നത് മാനുഷികമായ സംഘടനകൾക്ക് വേണ്ടി അവരുടെ കൗൺസിൽ തീരുമാനമെടുക്കുന്നത് പോലെ ഒരു ദൈവസഭയുടെ ഉദ്ധാരണത്തിനും അനുഗ്രഹത്തിനും ദൈവപ്രവർത്തിക്കുമായിട്ട് അവരെ നിയമിച്ചാക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് ദൈവസഭയിൽ അപ്പോസ്തലന്മാരെ നിയമിക്കുന്നു, പ്രവാചകരെ നിയമിക്കുന്നു, ഉപദേഷ്ടാക്കന്മാരെ നിയമിക്കുന്നു, സഭ നയിക്കാൻ ആവശ്യമായ ഇടയന്മാരെ നിയമിക്കുന്നു. ഈ പ്രവർത്തികളെല്ലാം ചെയ്യുന്ന ദൈവമാണ്. അപ്പൊ മൂലക്കല്ലായി കെട്ടിടത്തോട് താരതമ്യപ്പെടുത്തിട്ട് പറയുകയാണ്, മൂലക്കല്ലായി കർത്താവായ യേശു, അതിനുമേൽ അടിസ്ഥാനമിടുന്ന മറ്റ് കല്ലുകൾ പോലെ പ്രവാചകന്മാരെ ഉപയോഗിച്ചുകൊണ്ട്, അപ്പോസ്തലന്മാരെ ഉപയോഗിച്ചുകൊണ്ട്, ബാക്കി വായിച്ചാൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. വായിച്ചു. യുക്തമായി ചേർന്ന് വിശുദ്ധ മന്ദിരമായി വളരുന്നു. അപ്പൊ ദൈവത്തിന്റെ പദ്ധതി, ഈ കെട്ടിടം ഓരോ കാലഘട്ടം കഴിയുന്നോറും അല്ലെ, 6 മാസം അല്ലെ 1 കൊല്ലം കൊണ്ടൊക്കെ ഒരു വലിയ 2 നില വീട് പണിയാമെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ. അപ്പൊ അതിന്റെ മൂലക്കല്ലിട്ട് അതിന്റെ കല്ലുകളൊക്കെ വെച്ച് പണിത് വരുന്നത് പോലെ ദൈവസഭയെ ദൈവാത്മാവ് പണിതുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ സഭയെ കർത്താവ് പണിതുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. പുതിയ കുടുംബങ്ങളെ കർത്താവ് നൽകുവാൻ, പുതിയ സഹോദരി സഹോദരന്മാരെ നൽകുവാൻ ഒക്കെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. അത് ആരിൽ കൂടെയാണ് ചെയ്യുന്നത്? മൂലക്കല്ല്, അതിന്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്. പക്ഷെ നമ്മിൽ കൂടെയും ചില പ്രവർത്തികൾ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അടിസ്ഥാനം ഇടുന്നത് പ്രവാചകന്മാരിൽ കൂടെയാണ്, അപ്പോസ്തലന്മാരിൽ കൂടെയാണ്, ഇടയന്മാരിൽ കൂടെയാണ്, ഉപദേഷ്ടാക്കന്മാരിൽ കൂടെയാണ്. ദൈവം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നെങ്കിലും ഈ കെട്ടിടത്തിന്റെ മൂലക്കല്ലായി, അടിസ്ഥാനക്കല്ലായി, ഇതിന്റെ സർവശക്തിയും താങ്ങുന്ന പൊസിഷനായി കർത്താവ് നിൽക്കുമ്പോൾ അതിന്റെ മേൽ അപ്പോസ്തലന്മാരെ കൊണ്ട്, ഇടയന്മാരെ കൊണ്ട്, പ്രാർത്ഥിക്കുന്നവരെ കൊണ്ട്, അഭിഷേകത്തിൽ നിറഞ്ഞവരെ കൊണ്ട് സഭയെ ദൈവം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുതിയ കുടുംബങ്ങളെ ചേർത്തുകൊണ്ടിരിക്കുന്നു. മൂലക്കല്ലിന്മേൽ അടിസ്ഥാന കല്ല് വെച്ചൊരു കെട്ടിടം പണിത് ഉയരത്തിലേക്ക് പോകുന്നത് പോലെ, 2 നില പണിയപ്പെടുന്നത് പോലെ ദൈവസഭയും ദൈവാത്മാവിൽ, പരിശുദ്ധാത്മാവിൽ ദൈവം പണിതുകൊണ്ടിരിക്കുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് ഒരു കൃപയിലേക്കുള്ള പ്രവേശനമാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലും 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം അദ്ദേഹത്തിൽ വായിച്ചു. നമുക്ക് പ്രവേശനമുണ്ട്. ഈ കൃപയിലേക്ക് നമുക്ക് പ്രവേശനമുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. എഫേസ്യർ ലേഖനത്തിനും അതേ വാക്യം നമുക്ക് കാണാൻ കഴിയുന്നു. അവൻ മൂലമാണ് നമുക്ക് എന്ത് ലഭിച്ചത്? പ്രവേശനം
ലഭിച്ചിരിക്കുന്ന നിൽക്കുന്ന കൃപ എന്നാണ് അവിടെ പ്രത്യേകമായി എഴുതിയിരിക്കുന്നത്. ഈ കൃപയിൽ നമുക്ക് നിൽക്കുവാൻ കഴിയണമെങ്കിൽ നമ്മുടെ സ്വന്തം ബലത്താലോ കഴിവുകളാലോ തീരുമാനത്താലോ ഒന്നും സാധിക്കത്തില്ല. അത് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ സാന്നിധ്യം ആവശ്യമാണ്. അനേക ദേവദാസന്മാർ, അനേക സഭകൾ, അനേക കുടുംബങ്ങളൊക്കെ കൃപയിൽ നിന്ന് നഷ്ടപ്പെടാറുണ്ട്. നാം കേട്ടിട്ടില്ലേ? അവർ വീണ്ടും പാരമ്പര്യ അനുഭവങ്ങളിലേക്ക് പോയെന്ന് നമ്മൾ ചിലരെ കുറിച്ച് കേട്ടിട്ടില്ലേ? അവർ വീണ്ടും ആ സമുദായിക സഭകളിലേക്ക് തിരിച്ചു പോയെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അവര് വിശ്വാസത്തിൽ നിന്ന് വീണുപോയെന്ന് കേട്ടിട്ടില്ലേ? എന്നൊരു കാര്യം, കൃപയിൽ അവർക്ക് നിൽക്കുവാൻ കഴിഞ്ഞില്ല. കൃപയിൽ നിൽക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആവശ്യമായിരുന്നു. കൃപയിൽ നിൽക്കുവാൻ വചനത്തിന്റെ വെളിപ്പാട് ആവശ്യമായിരുന്നു. ദർശനമില്ലാത്ത ജനം നശിച്ചു പോകുന്നു. ഒരു ദർശനം വേണം, ഒരു വെളിപ്പാട് വേണം, വചനധ്യാനം വേണം, വചന വെളിപ്പാട് വേണം, പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ നടത്തിപ്പ് വേണം. എന്നാലേ ഒരാൾക്ക് കൃപയിൽ നിൽക്കാൻ കഴിയത്തുള്ളൂ. സ്വന്തം തീരുമാനം കൊണ്ടോ ചിന്തകൾ കൊണ്ടോ ഒന്നും കൃപയിൽ നിൽക്കാൻ കഴിയത്തില്ല. കൃപയിൽ നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ പ്രത്യേകമായ സാന്നിധ്യത്തിൽ ജീവിക്കേണ്ടതായി ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. യൂദായ്ക്ക് എഴുതിയ ലേഖനം പഠിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. യൂദായ്ക്ക് എഴുതിയ ലേഖനം എത്ര അധ്യായങ്ങളുണ്ട്? യൂദാ ലേഖനം 10 ഒരധ്യായം മാത്രമേ ഉള്ളൂ. യൂദാ ലേഖനം 24-25 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അല്ലെ? 24-25 വാക്യങ്ങൾ പരിചയമുള്ള വാക്യം ഒട്ടൊന്നും വായിച്ചോ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച. അപ്പൊ അവിടെ ശ്രദ്ധിച്ചോ, വീഴാതെ വണ്ണം. അപ്പൊ എന്തിന് സാധ്യതയുണ്ട്? വീഴാൻ സാധ്യതയുണ്ടല്ലേ? ഹല്ലേലൂയ. എത്ര ആത്മീയമായ പാരമ്പര്യത്തിൽ നിന്നവരാണെങ്കിലും, എത്ര ശക്തരായ പ്രവാചകനാണെങ്കിലും, എത്ര ശക്തനായ അപ്പോസ്തലനാണെങ്കിലും, ഇടയനാണെങ്കിലും വീട് പോകാനുള്ള സാധ്യത ഈ ലോകത്തിലുണ്ട്. നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഒരു വെള്ളത്തിൽ കൂടെ യാത്ര ചെയ്യുന്നത് പോലെയാണ് നാം ഈ ലോകത്തിൽ ജീവിക്കുന്നത്. വള്ളത്തിനകത്ത് വെള്ളം കയറിയാൽ വള്ളം മുങ്ങുവാൻ ഇടയായിത്തീരും. അതുപോലെയാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത്. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട്, ദൈവജന ധ്യാനം കൊണ്ട് മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ പിടിച്ചു നിൽക്കുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും മുന്നേറുവാനും കഴിയത്തുള്ളൂ. അതുകൊണ്ട് വീട് പോകുവാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇറങ്ങിത്തിരിച്ച ശക്തന്മാരായ അഭിഷക്തന്മാർ. യൂദ ആരായിരുന്നു? മറ്റേ യൂദ ആരായിരുന്നു? ഇസ്കരിയോത്ത് യൂദ ആരായിരുന്നു? യേശു കർത്താവിന്റെ ശിഷ്യനായിരുന്നു. പക്ഷെ എന്ത് പറ്റി? കൃപയിൽ നിന്ന് വീണുപോയി. സാത്താൻ അവന്റെ ഉള്ളിൽ കടന്നു, അല്ലേ? അപ്പോൾ വീണു പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഈ യൂദ എഴുതുകയാണ്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്. അപ്പൊ ആരാ സൂക്ഷിക്കുന്നത്? ദൈവം തന്നെയാണ് നമ്മെ സൂക്ഷിക്കുന്നത്. നിങ്ങളെ സൂക്ഷിച്ച് പർപ്പസ് എന്താണ്? പർപ്പസ് ഈ ലോകത്തിൽ കോടികൾ ഉണ്ടാക്കി, ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി തലമുറകൾക്ക് വെച്ചു പോകുന്നതല്ല പർപ്പസ്. ഹല്ലേലൂയ. മഹിമാസന്നിധിയിൽ നമുക്ക് നിൽക്കേണ്ടതുണ്ട്, അല്ലേ? അതും ആനന്ദത്തോടെ നിൽക്കണം. ഹല്ലേലൂയ. അവിടെ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമിച്ച് നിൽക്കുകയല്ല. അങ്ങനെ വല്ലച്ചാതി കയറി, അല്ലേ? സ്വർഗത്തിന്റെ ഒരു ബാക്ക് സീറ്റിലേക്ക് ഒന്ന്, ഏറ്റവും ബാക്ക് സിറ്റിലേക്ക് നരകത്തിൽ പോകാതെ ഏറ്റവും ബാക്ക് സീറ്റിലെങ്കിലും സ്വർഗത്തിലെ ഒന്ന് പോയി, വലിയ ശക്തരായ വിശക്തന്മാരൊക്കെ ഫ്രണ്ട് ചെയ്യുന്നോട്ടെ, ഏരിയാവ് തൊട്ട് അപരാധം തൊട്ടുള്ളവരൊക്കെ ഫ്രണ്ട് ചെയ്യുന്നോട്ടെ, ബാൽക്കണിയിലെങ്കിലും ഒരു സീറ്റ് ഒന്ന് കയറി കിട്ടുക എന്ന്, അല്ലെങ്കിൽ അവിടെ പോയി വളരെ വിഷമത്തോടെ നിൽക്കേണ്ട അവസ്ഥ വരാതിരിക്കുക എന്ന രീതിയിലാണ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. മഹിമാധനത്തോ, അല്ലെ, വീഴാതെ വണ്ണം കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിൽക്കണം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ പ്രയോജനപ്പെടുത്തി നമ്മെ ഉപയോഗിച്ചു. ദൈവസ്ഥലം നിൽക്കുമ്പോൾ നമുക്ക് ആ ആനന്ദം ഉണ്ടായിരിക്കണം. അതുവരെ നമ്മെ സൂക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവ് ശക്തനാണ്. പക്ഷെ നാം പരിശുദ്ധാത്മാവിൽ ശക്തമായി ആശ്രയിച്ചേ മതിയാകുള്ളൂ. വീഴാതെ നമ്മൾ സൂക്ഷിപ്പാൻ ഇടയായിരിക്കും. 1 പത്രോസ് ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? 1 പത്രോസ് ലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, ദൈവത്തിന്റെ കൃപയിൽ നിങ്ങൾ നിൽക്കുന്നത് സത്യകൃപയിലാകും. നിങ്ങളെ പ്രബോധിപ്പിച്ചു, നിങ്ങൾ നിൽക്കുന്നത് സത്യകൃപയിലാകുന്നു. മതി. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നു ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുന്ന എന്നൊരു പദം അവിടെ എഴുതിയിരിക്കുന്നു, അല്ലെ? സത്യകൃപയിൽ നിൽക്കുന്ന എന്നൊരു പദം അവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ കൃപ ദൈവം നമുക്ക് പകരേണ്ടതുണ്ട്. ഈ കൃപയ്ക്കായി പരിശുദ്ധാത്മാവിൽ നാം
ആശ്രയിക്കേണ്ടതുണ്ട്. നമ്മൾ ഏതോ ഒരാഴ്ച കേൾക്കുവാനിടയായിത്തീർന്നു, ആത്മാവും ജഡത്തിനും ജഡം ആത്മാവിനും വിരോധമായിരിക്കുന്നു, തമ്മിൽ പൊരുത്തപ്പെടാതെന്ന്. ആത്മാവിൽ ജീവിക്കുന്നവൻ ജഡത്തിനും, ജഡത്തിൽ ജീവിക്കുന്നവൻ ആത്മാവിനും വിരോധമായിരിക്കുന്നു. അത് പാപം ചെയ്യാതിരിക്കണമെങ്കിൽ ജഡത്തിന്റെ ചിന്ത അകത്ത് കയറാതെ, ജഡത്തിന്റെ ചിന്തകൾക്ക് ആരോഗ്യം നമ്മെ വിട്ടുകൊടുക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ആത്മാവിന്റെ ചിന്ത കൊണ്ട് ഓരോ ദിവസവും നിറഞ്ഞുകൊണ്ടിരിക്കണം. അതായത് കഴിഞ്ഞ ആഴ്ച ഞാൻ ആത്മസാന്നിധ്യത്താൽ നിറഞ്ഞു, അതുകൊണ്ട് എനിക്കിനി അടുത്ത ആഴ്ചയിൽ അത് വേണ്ട, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുകയല്ല. ഓരോ നിമിഷവും ആത്മസാന്നിധ്യം കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ ജഡത്തിന്റെ പ്രവൃത്തികളിൽ നമുക്ക് ഇടപെടാതെ മുന്നേറുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇതൊരു സത്യക്രമയാണ്. ഇതിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഇതിൽ നമ്മെ സൂക്ഷിക്കേണ്ടത് ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ്. അതിൽ ദൈവത്തിൽ നാം ആശ്രയിക്കേണ്ടതുള്ളത് നമ്മുടെയും ഉത്തരവാദിത്വമാണ്. നമുക്ക് ആ താഴെയുള്ള ഭാഗം വായിക്കാം. നാം ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ, റോമർക്കെതിലേഖനം 5:2 അവസാനത്തെ വാക്യം, നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നമ്മുടെ പ്രശംസ എവിടെയാണ്? സത്യത്തിൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. നമുക്ക് ദൈവം അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ, അല്ലെങ്കിൽ നല്ല ജോലി, നല്ല ശമ്പളം, നല്ല അനുഭവങ്ങൾ നൽകുമ്പോൾ അതാണോ നമ്മുടെ പ്രശംസ? അതിനാണോ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു മനുഷ്യൻ പ്രശംസിക്കേണ്ടത്, ആനന്ദിക്കേണ്ടത്? അല്ലെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. ഈ ലോകത്തിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം അതാത് കാലഘട്ടങ്ങളിലായി നമുക്ക് തരും. അതിന്റെ അളവുകൾ കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും. നമ്മുടെ വിശ്വാസത്തിന്റെ തീക്ഷ്ണതയും നമ്മുടെ പ്രാർത്ഥനയും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. കൂടി കുറഞ്ഞുമൊക്കെ ഇരിക്കും. ചിലപ്പോൾ നമുക്ക് കഷ്ടതയിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും, ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ടതായി വരും. ചിലപ്പോൾ ദൈവം നമ്മെ മാനിക്കും, ഉയർത്തും. അങ്ങനെ ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടാകും. പക്ഷെ ഇതിലാണോ നാം പ്രശംസിക്കേണ്ടത്? ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രശംസ നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ലഭിക്കുന്ന ഒന്നിലല്ല. അവിടെ എഴുതിയിരിക്കുന്നത് കൃത്യമായിട്ട് ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. എത്ര പേർ അങ്ങനെ ദൈവ തേജസ്സിന്റെ പ്രത്യാശയെ പ്രശംസിക്കുന്നുണ്ട്? ഒരു ദൈവ തേജസ് വെളിപ്പെടാൻ പോകുന്നു. എനിക്കൊരു നിത്യജീവനുണ്ട്, ദൈവത്തോട് എനിക്കൊരു കൂട്ടായ്മയുണ്ട്, ഞാൻ ദൈവത്തിന്റെ ഭവനക്കാരനാണ്, എന്റെ പൗരത്വം സ്വർഗത്തിലാണ്, ഇനി ഒരു നാൾ ഞാൻ ദൈവത്തോടൊപ്പം ആയിരിക്കും, ദൈവ തേജസ്സിലേക്ക് ഞാൻ മാറ്റപ്പെടും. ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിച്ചുകൊണ്ടിരിക്കുക. എത്ര കഷ്ടതയിൽ കൂടെ ഞാൻ കടന്നു പോയാൽ എൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണ്, സ്നാനപ്പെട്ട ആളാണ്, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ആളാണ്. ഞാൻ ഈ ലോകത്തിൽ എത്ര പ്രതിസന്ധികൾ കൂടെ പോയാൽ എനിക്കൊരു ദിവസം വരും എൻ്റെ കർത്താവിനോട് ഒരുമിച്ച് ദൈവത്തിൽ നിൽക്കുവാൻ എനിക്ക് കഴിയും എന്ന് പ്രശംസിക്കാറുണ്ടോ എന്നാണ് അപ്പോസ്തലൻ ചോദിക്കുന്നത്. ദൈവ തേജസ്സിൽ പ്രശംസിക്കുന്നവരായി തീരുക. ദൈവതേജസ് എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് മഹത്വീകരണത്തെ കുറിച്ചാണ്, തേജസ്കരണത്തെ കുറിച്ച് തന്നെയാണ് അവിടെ അപ്പോസ്തലനായ പൗലോസ് ഉദ്ദേശിക്കുന്നത്. മഹത്വീകരണം നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുവാനിടയാകും. ഈ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ മരണത്തിന് മുമ്പ് കർത്താവ് വരുമ്പോൾ ഒരു മഹത്വീകരണം നമുക്ക് സംഭവിക്കും. അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കുവാനിടയായി 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. തേജസ്സിന്മേൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി കർത്താവിന്റെ തേജസ്സിനെ റിഫ്ലക്ട് ചെയ്യുക. അതിനാണ് ദൈവം നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നത്. അതായത് കർത്താവിന്റെ സാന്നിധ്യത്തെ റിഫ്ലക്ട് ചെയ്യുന്നവരായിരിക്കുക, കർത്താവിന്റെ ക്യാരക്ടറിനെ റിഫ്ലക്ട് ചെയ്യുന്നവരായിരിക്കുക. അപ്പൊ എന്താണ്? തേജസ്സിന് മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ് പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും പ്രതിഭ അവിടെ എഴുതിയിരിക്കുന്നത് ഇമേജ്, അതേ ഇമേജായി രൂപാന്തരപ്പെടുന്നു. അതായത് നമുക്കൊരു അന്ത്യമുണ്ട്. ആ അന്ത്യം പുഴുവരിച്ചു തീരുന്ന അന്ത്യമല്ല, അടക്കപ്പെട്ട് കല്ലറയിൽ പോകുന്ന അന്ത്യമല്ല. പിന്നെയോ കർത്താവിന്റെ തേജസ്സിനോട് തേജസ് പ്രാപിച്ച് അവന്റെ അതേ ശരീരമായി, പ്രതിമയായി, ഇമേജായി നാം രൂപാന്തരപ്പെടുന്ന ഒരു ദിവസമുണ്ട്. മഹത്വീകരണം എന്നാണ് അതിന് പറയുന്നത്. തേജസ്കരണം, മഹത്വീകരണം. അതായത് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിലെ 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം പലപ്പോഴും നാം ധ്യാനിക്കാറുള്ള വാക്യമാണ്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട്. അവിടെ നമുക്കൊന്ന് നിൽക്കാം. ഈ ലോകത്തിൽ ഈ കർത്താവിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത ഒരു ശക്തിയുമില്ല എന്ന് നമ്മൾ രാത്രി ഉറക്കാമോ? ഇത് നമ്മുടെ ലൗകികപരമായ ബന്ധത്തിലേക്ക് വന്ന് നമുക്കതൊന്ന് ചിന്തിക്കാം. ഈ ലോകത്തിൽ നമ്മുടെ വിഷയങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് പരിഹാരം തരാൻ കഴിയാത്ത ഒരു കർത്താവല്ല നമ്മുടെ കർത്താവ്. സകലവും അവന്റെ വ്യാപാര ശക്തി
ശക്തി കൊണ്ട് തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയും. താപശക്തിയായാലും രോഗശക്തിയായാലും ശാപമായാലും ബന്ധനമായാലും ആഭിചാരമായാലും കെട്ടായാലും പ്രതിസന്ധിയായാലും കഷ്ടതയായാലും സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ഒരു വ്യാപാര ശക്തി ദൈവത്തിനുണ്ട്. ആ ശക്തിയാണ് നമുക്ക് അറിയണം. 2, അവിടെ കൊണ്ട് തീരുന്നില്ല. ഇനി നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്നു. അപ്പൊ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ അവനെ കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത ഒരു മേഖലകളുമില്ല. ഇന്ന് രാത്രി വിശ്വസിച്ചാട്ടെ, എത്ര പ്രതിസന്ധിയായാലും കീഴ്പ്പെടുത്തുവാൻ വിശ്വസിച്ചാട്ടെ, എത്ര പ്രതിസന്ധിയായാലും അതൊക്കെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ദൈവശക്തി ഉണ്ട്. അവന്റെ വ്യാപാര ശക്തികൾ കഴിയും. ഈ ശക്തി നമ്മുടെ ഈ ഭൂലോകത്തിൽ ജീവിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ മരണപ്പെട്ടാലും അല്ലെങ്കിൽ കർത്താവിന്റെ മടങ്ങി വരവരെയും ഈ ശക്തി നമ്മൾ വ്യാപരിക്കും. ഈ ശക്തി നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തുന്നതാകുന്നു. പ്രൈസ് ദി ലോർഡ്. 2 തെസ്സലോനിക്കർക്ക് ലേഖനത്തിലേക്ക് പോകാം. 2 തെസ്സലോനിക്കർക്ക് 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. 2 തെസ്സലോനിക്കർ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം നമ്മുടെ രക്ഷയിലേക്ക് വിളിച്ചിരിക്കുന്നതിന്റെ പർപ്പസ് എന്താണ്? ഹല്ലേലൂയ. ഭൗതികമായ ചില അനുഗ്രഹങ്ങൾ തന്ന് നമ്മെ മാനിച്ച് സഹായിക്കാനാണോ? അല്ല. പർപ്പസ് എന്താണ്? കർത്താവിന്റെ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരുഭൂമിയിൽ അവന്റെ ശരീരം ആർക്കും അലക്കുവാൻ കഴിയാത്ത രീതിയിൽ ഹല്ലേലൂയ അവന്റെ വസ്ത്രത്തിന്റെ വെളുമ്പുകൾ പ്രകാശിച്ചതുപോലെ, അവന്റെ മുഖം രൂപാന്തരപ്പെട്ടതുപോലെ, സൂര്യനെ പോലെ ശോഭിച്ചതുപോലെ ഹല്ലേലൂയ ഒരു സാന്നിധ്യം, ഒരു മഹത്വം നാം അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ മഹത്വത്തിന് വേണ്ടിയാണ് നാം വിളിക്കപ്പെട്ടത്. ആ മഹത്വം പ്രാപിപ്പാനല്ലോ ഈ സുവിശേഷം നമുക്ക് തന്നത് തന്നെ. അതിന്റെ പിന്നിലെ പർപ്പസ് രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, അഭിഷേകം പ്രാപിപ്പാൻ ഒക്കെ നമ്മെ ദൈവം അനുവദിച്ചതിന്റെ പിന്നിലെ പർപ്പസ് എന്ന് പറയുന്നത് അത് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നിറവേറ്റി നൽകാനല്ല, ആരോഗ്യ മഹത്വം പ്രാപിപ്പാനാണ്, കർത്താവിനോട് അനുരൂപപ്പെടേണ്ടതിനാണ്. പ്രൈസ് ദി ലോർഡ്. 5-ാം അധ്യായത്തിന്റെ അതുകൊണ്ട് താഴത്തെ ആ വാക്യം വായിച്ചു. യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവിടെ താഴെ പദം പറയുന്നുണ്ട്. ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന് വാക്കിനാലോ അല്ലെങ്കിൽ പ്രസംഗിക്കുമ്പോഴോ ലേഖനത്താലോ എഴുതി അയക്കപ്പെട്ട ലേഖനങ്ങളാലോ ഉപദേശിച്ച പ്രമാണങ്ങളെ മുറുകെ പിടിക്കും. അപ്പം വെറുതെ പോകാൻ പറ്റത്തില്ല അല്ലേ? ഹല്ലേലൂയ. വെറുതെ പോകാൻ പറ്റില്ല കർത്താവിന്റെ അടുത്ത്. കർത്താവിന്റെ മഹത്വം പ്രാപിക്കണമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു ചില ലേഖനങ്ങളുണ്ട്, ഞങ്ങൾ വാക്കാൽ ചില പ്രസംഗിച്ച ഉപദേശങ്ങളുണ്ട്. ആ പ്രമാണങ്ങളോട് മുറുകെ പിടിക്കണം. ആ പ്രമാണങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? അവന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് തൊടാനുള്ള സമയം നമുക്കുള്ളൂ. 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ജസ്റ്റ് ഒന്ന് വായിച്ചോ. അത് തന്നെയല്ല നമുക്കറിയാവുന്ന വാക്യം. കഷ്ടത സഹിഷ്ണുത ഉളവാക്കുന്നു, സഹിഷ്ണുത സിദ്ധത ഉളവാക്കുന്നു, സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു. 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. 2 വാക്യങ്ങൾ വായിച്ച് നമ്മൾ ആരാധിക്കുവാൻ. നിങ്ങളോട് എനിക്കുള്ള പ്രാഗൽഭ്യം വലിയത്, നിങ്ങളെക്കുറിച്ചുള്ള എന്റെ പ്രശംസ വലിയത്. ഞാൻ ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ സകല കഷ്ടതയിലും സന്തോഷം എനിക്ക് കവിഞ്ഞു. കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്ന അപ്പോസ്തലൻ പറയുകയാണ്, എനിക്കൊരു ആശ്വാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആശ്വാസമുണ്ട്, നിറഞ്ഞിരിക്കുക. അടുത്ത വാക്യം, സന്തോഷം കവിഞ്ഞിരിക്കുന്നു.
ഇന്ന് ദൈവജനത്തെ അത് പറയാൻ പോയി. ഇതിനകത്ത് പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവർ, കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ പദം ഒന്ന് വിശ്വസിച്ചു. ഈ കഷ്ടങ്ങളുടെ അകത്ത് ദൈവം ഒരു ആശ്വാസം നൽകും. ഈ കഷ്ടങ്ങളുടെ അകത്ത് സന്തോഷം ഞങ്ങൾക്ക് കവിഞ്ഞിരിക്കുന്നത്. പ്രതിസന്ധി ഒരു ഭാഗത്ത് നിന്നോട്ടെ, പ്രശ്നമൊക്കെ ഒരു ഭാഗത്ത് നിന്നോട്ടെ, പക്ഷെ അതൊന്നും എന്നെ ബാധിക്കത്തില്ല. എന്റെ ആത്മീയ ജീവിതത്തിന്റെ സന്തോഷം, എന്റെ ആത്മീയ ജീവിതത്തിന്റെ ആശ്വാസം മറ്റൊന്നിലാണ്, അത് കർത്താവിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കഷ്ടത്തിനകത്ത് എന്റെ സന്തോഷം കവിഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. യഹോവയിലെ സന്തോഷം അതാവുന്നു ഞങ്ങളുടെ ബലം. ഇന്ന് രാത്രി ഇതിനകത്തൊരു ബലം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ, ഭാരപ്പെടുന്ന അനുഭവങ്ങൾ, അസ്വസ്ഥപ്പെടുന്ന അനുഭവങ്ങളുടെ മുഖത്ത് യഹോവയിലെ ഒരു സന്തോഷം ഇന്ന് രാത്രി ബലമായി വ്യാപരിപ്പാൻ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. സമയം പോയതുകൊണ്ട് ഞാൻ അധിക ദൂരങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഹാലത് കേട്ടതിന് മുമ്പിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ കഷ്ടങ്ങളിൽ സന്തോഷിപ്പാൻ ഹല്ലേലൂയ. കഷ്ടത സഹിഷ്ണുത ഉളവാക്കുന്നു. സഹിഷ്ണുത സിദ്ധത, സിദ്ധത പ്രത്യാശ. സിദ്ധത എന്ന പദത്തിന്റെ ഹല്ലേലൂയ അതിന്റെ ആക്ട് മീനിങ്ങിലേക്ക് പോയാൽ ക്ഷമ എന്ന് എഴുതിയിരിക്കുന്നു. ക്ഷമ, അതായത് കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ അസ്വസ്ഥതകളുടെ നടുവിൽ നമുക്ക് ക്ഷമ കൂടുതൽ ലഭിക്കും. ഹല്ലേലൂയ. വിഷയങ്ങളെ സമീപിക്കാനുള്ള ഹല്ലേലൂയ ക്ഷമ നമുക്ക് പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ. ക്ഷമയിലേക്ക് നടത്തപ്പെടും, പ്രത്യാശയിലേക്ക് നടത്തപ്പെടും. എങ്കിലും അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾക്ക് ഈ കഷ്ടങ്ങളുടെ അകത്ത് ഞങ്ങൾക്ക് ആശ്വാസം കൂടെ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ആശ്വാസത്താൽ ഞങ്ങൾ നിറയും. ഹല്ലേലൂയ. സന്തോഷം ഞങ്ങളിൽ കവിയുവാനിടയാകും. ഹല്ലേലൂയ. കാരണം അവർ ഹല്ലേലൂയ ആശ്രയിച്ചിരുന്നത്, അവർ ഹല്ലേലൂയ ആശ്രയം വെച്ചിരുന്നത് ഈ ലോകത്തിലുള്ള വിഷയങ്ങൾക്ക് വേണ്ടി അല്ല. പിന്നെയോ ഹല്ലേലൂയ അവരുടെ രൂപാന്തരം, കർത്താവിനോട് ചേർന്നുള്ള മഹത്വം, തേജസ്മേൽ തേജസ് പ്രാപിക്കുന്ന അനുഭവം, അതാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് വിശ്വാസത്തിൽ അവർക്ക് ക്ഷീണിക്കാതെ കഷ്ടതയിലും പ്രശംസിക്കുവാൻ അവർക്ക് കഴിഞ്ഞത്. അതുകൊണ്ടാണ് അവരുടെ പ്രത്യാശ എന്ന് പറയുന്നത് ദൈവ തേജസ്സിന്റെ പ്രത്യാശയായിരുന്നു. ദൈവ തേജസ്സിന്റെ പ്രത്യാശയിലാണ് അവർ പ്രശംസിച്ചിരുന്നത്. ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറയുന്നത്, പ്രാപഞ്ചികമാകും പ്രാകൃതമെല്ലാം മാറും